ഹലോ ഗെയ്സ്, ഇന്ന് നമ്മൾ ഹൈദരാബാദിൽ രണ്ടാമത്തെ ദിവസമാണ് ഹൈദരാബാദിൽ നമ്മൾ നിൽക്കുന്നത്. ഇന്നലെ നമ്മൾ റാമോജി ഫിലിം സിറ്റി കംപ്ലീറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ പോകാനിരിക്കുന്നത് ചാർമിനാർ, മക്ക മസ്ജിദ്, പിന്നെ ഗോൾക്കൊണ്ട ഫോർട്ട്, ബിർള മന്ദിർ, അവിടെയാണ് നമ്മൾ പോകാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ 4 സ്ഥലം നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ രാവിലെ ഫ്രഷ് ഔട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ നമ്മളങ്ങ് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. അപ്പോൾ നമ്മുടെ വീഡിയോ പാർട്ട് 4 ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വാച്ച് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇന്നലെ റാമോജി ഫിലിം സിറ്റിയുടെ വീഡിയോ എല്ലാം ഒന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. വീഡിയോ ലെങ്ത് ഒരുപാട് കൂടുന്നതുകൊണ്ട് അത്യാവശ്യം മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ അത്യാവശ്യം എല്ലാവരും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കും കൂടി സ്ഥലമൊക്കെ ഇങ്ങനെ കാണേണ്ട വന്നാറിനാണ് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നത്. എന്നാലും നമ്മൾ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. ദി ബൈക്ക് ഷോപ്പ് 100 എന്ന ചാനലിലോട്ടുള്ള പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹൈദരാബാദിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്, പക്ഷെ നല്ല കാറ്റുമുണ്ട്. നമുക്ക് വലിയ പ്രശ്നമുള്ള രീതിയിലുള്ള ചൂട്, നമുക്ക് വേർക്കവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ശരിക്കും വെള്ളം കുടിക്കണം. നമ്മുടെ നാട്ടിലെ അതേ കാലാവസ്ഥയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ പോരുന്ന സമയത്ത് ആന്ധ്രാപ്രദേശിൽ നല്ല ചൂടായിരുന്നു, നല്ല ചൂട് കാറ്റായിരുന്നു. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ ഹൈദരാബാദ് സിറ്റി നമ്മൾ കാണേണ്ട സ്ഥലങ്ങളാണ്, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യേണ്ടത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് വെറൈറ്റി ഫുഡുകൾ, ലസ്സി, ജ്യൂസ്, ഷെയ്ക്ക്, ബിരിയാണി. ഹൈദരാബാദി ബിരിയാണി ഫേമസ് ആണ്. ഞങ്ങൾ ഇന്നലെ ഒരെണ്ണം കഴിച്ചായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നല്ല ബിരിയാണിയായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ അല്ല. പിന്നെയും കഴിക്കാൻ തോന്നുവാണ്. യാത്ര ആയത് കാരണം ഞാൻ പിന്നെ നമുക്ക് ആ ഒരു ആഗ്രഹം നമ്മൾ അടക്കി പിടിച്ചങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് എനിക്ക് വന്നൊരു ആഗ്രഹമുണ്ട്. ഹൈദരാബാദ് സൂപ്പർ എന്ന് പറയാൻ പോരാ, വെരി സൂപ്പർ. നമ്മൾ കണ്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. ട്രാഫിക് ഉണ്ട്, അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. വലിയ സിറ്റിയാണ്. എന്നാൽ പോലും നമ്മൾ ഏത് വശത്തോട്ട് നമ്മൾ തിരിഞ്ഞാലും അടിപൊളി കാഴ്ചകളാണ് അവിടെയുള്ളത്. ഹൈദരാബാദിൽ വളരെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഈ ചാർമിനാർ എന്ന് പറയുന്ന ഈ 4 മിനാരങ്ങളോടുകൂടിയുള്ള മന്ദിരം വളരെ മനോഹരമാണ്. നമ്മൾ അടുത്ത് ചെന്ന് കണ്ടു കഴിഞ്ഞാലും വളരെ സൂപ്പറാണ്. ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് കയറാനുള്ള ഈ മിനാരത്തിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് മേളിലോട്ട് കയറാനുള്ള സ്റ്റെപ്പുണ്ട്. അതിൻ്റെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വ്യൂ കണ്ടു നോക്ക്, വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. നമ്മൾ ചാർമിനാറിൻ്റെ മേളിൽ നിന്നുള്ള കാഴ്ചയാണിത്. ചാർമിനാറോട് ചേർന്ന് കിടക്കുന്ന ഒരു പള്ളിയാണിത്. മക്ക മസ്ജിദ് എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ്, ഭയങ്കര വലിയൊരു പള്ളിയാണിത്. അതിൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ പ്രാവും കൂട്ടങ്ങളെ കാണാം. വളരെ മനോഹരമാണ്. നമുക്ക് ആ കാഴ്ചകൾ കാണാൻ തന്നെ വളരെ കൗതുകം നിറഞ്ഞൊരു കാഴ്ചയാണ്.
ചെറിയ ചെറിയ അരിത്താവരൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേക്ക് അത് തിന്നാൻ വേണ്ടി വരും. അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു വിടുമ്പോൾ നല്ല രസമാണ്, ഇത് കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു അറബി ലിപിയുണ്ട്. അത് ശരിക്കും അത് സ്വർണം കൊണ്ട് എഴുതി വച്ചിരിക്കുന്നതാണ്. സ്വർണം മീൻസ് സ്വർണം കൊണ്ട് ലിപി ഉണ്ടാക്കി അവിടെ വെച്ചിരിക്കുന്നതാണെന്നാണ് അറിഞ്ഞത്. നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് ഈ നടന്നു വരുന്നത്. ഞങ്ങൾ പതിയെ ബസ്സിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ പോവുകയാണ്. അടുത്ത സ്ഥലം ഞങ്ങൾ കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ബസ്സിൻ്റെ അടുത്തോട്ട് ഞങ്ങളെല്ലാവരും കൂടി നടന്നു പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ബസ് വന്നു. എല്ലാവരും ഞങ്ങൾ കയറാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റോഡിൻ്റെ രണ്ട് സൈഡും നമ്മൾ നോക്കുമ്പോൾ ഇതേപോലെയുള്ള കുറേ മന്ദിരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് സർക്കാർ ഓഫീസുകളും അല്ലാത്ത കടകളും ഒക്കെ, ഷോപ്പിംഗ് മാളുകളൊക്കെ അതേപോലെ തന്നെ അതേ ഒരു ഡിസൈനിൽ തന്നെ ചെയ്തു വെച്ചിട്ടുള്ള വളരെ മനോഹരമാണ്, അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ സലാർ ജംഗ് മ്യൂസിയത്തിലും കൂടി ഞങ്ങളങ്ങനെ കയറി അവിടെയുള്ളതൊക്കെ കൂടി കണ്ടു. നല്ല 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 കാഴ്ചകളായിരുന്നു. രാജാക്കന്മാരുടെ കാലത്തുള്ള ഓരോ കാര്യങ്ങൾ, വാളുകൾ, തോക്കുകൾ, അങ്ങനെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള ഓരോ ഡ്രസ്സുകൾ, അതുപോലെ ചെയർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റി. വളരെ വലിയൊരു മ്യൂസിയമാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. വളരെ മനോഹരമായിരുന്നു. മ്യൂസിയത്തിലുള്ള എല്ലാം ഞങ്ങൾ കണ്ട് അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കാണ് പഴയ കാലത്തെ ഒരു ഫയർ എഞ്ചിൻ കിടക്കുന്നത് കണ്ടത്. നമ്മളൊന്നും കണ്ടിട്ടില്ല. നല്ലൊരു മോഡൽ ഫയർ എഞ്ചിനാണത്.
അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പില്ല. അങ്ങനെ ബസ് കൊണ്ടുവന്നൊരു നല്ലൊരു വിജനമായ സ്ഥലത്ത് ഞങ്ങൾ ഒതുക്കി. ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ കഴിക്കാൻ നിന്നപ്പോൾ കുറേ ആട്ടുംകുട്ടികളൊക്കെ അവിടെ വെറുതെ അഴിച്ചുവിട്ട പോലെ നടക്കുവാണ്. ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് മുട്ടി ഉരുമിയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്ത് അതിനകത്ത് എന്തായാലും നല്ല രസമാണ് അതെല്ലാം. അങ്ങനെ ഞങ്ങൾ ഗോൾക്കൊണ്ട ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വന്ന്. ഭയങ്കര വലിയൊരു കോട്ടയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഫുൾ കരിങ്കല്ലിൽ ഇങ്ങനെ പാകി 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 ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് അതിൻ്റെ. കുറേ സ്ഥലത്ത് മേൽഭാഗമില്ല, കുറേ സ്ഥലത്ത് മേൽഭാഗമുണ്ട്. മേൽഭാഗത്തുള്ള എല്ലാം കരിങ്കല്ലാണ് പാകിയിരിക്കുന്നത്. കുറേ സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുവഴിയൊക്കെ കയറി എക്കേലും മേളിൽ ചെല്ലണം. ഒരു 300-400ഓളം പടികളുണ്ട്. അതെല്ലാം കയറി മേളിൽ ചെല്ലുമ്പോഴേക്കും ശരിക്കും പറയാം അവിടെ ചെല്ലുമ്പോഴേക്കാണ് നമ്മൾ അതിൻ്റെ ശരിക്കുള്ള ഒരു രസം അറിയണം. കാരണം അന്നത്തെ കാലത്തൊരു കോട്ടയാണിത്. ആ കോട്ടയുടെ ഒക്കെയും മേളിൽ നിന്ന് കഴിഞ്ഞാൽ ഹൈദരാബാദ് സിറ്റി കംപ്ലീറ്റ് നമുക്കതിനകത്ത് കാണാൻ പറ്റും. ചുറ്റിനും നമുക്ക് ആ ഹൈദരാബാദ് കംപ്ലീറ്റ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെ ഗോൾക്കൊണ്ട ഫോർട്ട് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങി. ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ചെറിയ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഞങ്ങൾക്ക് 3 മുറുക്കാൻ കിട്ടി. അത് ചുമ്മാ ചവച്ച് ഒരു രസം, നല്ല സ്വീറ്റ് മുറുക്കാനാണ്. അതും ചവച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇത്തിരി അങ്ങ് മാറി ഞങ്ങൾ അതിൻ്റെ സെക്രട്ടേറിയറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു. അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദിലെ കാഴ്ചകൾ പതിയെ ഞങ്ങൾ നിർത്തുകയാണ്. അപ്പോൾ നമുക്കിനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത പാർട്ട് 5 നമുക്ക് വരാം. ഓക്കെ, ബൈ.